എന്ത് കേൾക്കുന്നില്ലെന്നാണ് ഗിർക്കൻസ് പറയുന്നേ? ഞാൻ കേൾക്കാണ്ടോ ചോദിച്ചപ്പോ പറയാ കേൾക്കുന്നില്ലാന്ന്. അഞ്ചിലൊരാൾ അർജുനൻ. അത് പറഞ്ഞ അഞ്ചിലൊരാൾ. അതിലൊരു അതെ, അതില് നാലാമത്തെ ആള് വിദ്യയാണ്. മൂന്നാമത്തെ ആൾ ആരാണ്? അതിലൊരു അഞ്ചിലൊരാൾ അർജുനന്റെ ഒരു പാട്ടുണ്ടല്ലോ, ഏതാ? അയ്യോ, എന്റെ തൊണ്ട വയ്യ. അയ്യോ, മറ്റേ മേടപ്പൊന്നണിയും പാടാവോ? ഏത് അഞ്ചിലൊരാൾ അർജുനല്ല? അല്ല, മേടപ്പൊന്നണിയും. അത് ദേവാസുരല്ലേ? അതെ, ഏതിനകത്തായിരുന്നു എന്നോട് ചോദിക്കരുത്. ഈ പാട്ട് പാട്. ആ പാട്ടറിയില്ല എനിക്ക്. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി തങ്കത്തേരി പാടല്ലേ? എന്റെ ലൈവിനോ? എന്റെ ലൈവ് ഇട്ട് ഒരു മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ കട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലൈവ് സൈനു മിണ്ടൂടാ. സ്നേഹം തരുന്നുണ്ട്, ഒരുപാട് സ്നേഹം. സാഗരേട്ടൻ പോയല്ലോ, അല്ലെങ്കിൽ പറയായിരുന്നു ഗിർക്കൻസിന് കൂട്ടുക. ഗിർക്കൻസിന് കൂട്ടായിരിക്കുമല്ലോ സാഗരേട്ടൻ. സൈന ബ്രോ അവൾക്ക് കിറുക്കാണ്. അവള് ഭയങ്കര ജാട അവൾക്ക്. അതാണ് അവള് മിണ്ടാത്ത. അവള് എന്നോട് മിണ്ടണാട്ടാ. എന്നോട് മിണ്ടില്ല അവള്. എന്നോട് അവൾക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. അത് കാരണം നിങ്ങളോടൊക്കെ മിണ്ടാണ്ടിരിക്കും അവൾക്ക്. പക്ഷെ അതുപോലെ എന്നോട് മിണ്ടാണ്ടിരിക്കില്ല. ഞാൻ വന്നല്ലോ, ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞേ, ആൾക്ക് ഒന്നും കേൾക്കുന്നുണ്ടായില്ല. അത് കാരണം ഞാൻ കട്ടാക്കി. പക്ഷേ ആദ്യം സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ടുഗദറിൽ കയറിയപ്പോ കേൾക്കായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോ കേൾക്കാം. ആ ലൈവ് ഒരു 3/4 മണിക്കൂർ അങ്ങോട്ടായിപ്പോ തന്നെ കട്ടായി. അതെന്നാ അങ്ങനെ? BSNL 3/4 മണിക്കൂറാകുമ്പോ തന്നെ കട്ടാവേ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കേറി. പക്ഷെ അത് ആ ലൈവ് ഇട്ടപ്പോ ആർക്കും കേൾക്കാനില്ല. എന്നോട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അവളങ്ങനെ എന്നോട് പറ്റില്ലല്ലോ. ഞാൻ വിദ്യാന്ന് വിളിച്ചപ്പോ അവള് വിളി കേൾക്കും കാണണ. അങ്ങനെ അവള് വിളി കേൾക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് അർത്ഥം. ഞാൻ ഇപ്പൊ കളിക്കാട്ടാ. അവള് വിളി കേൾക്കാൻ നോക്കിക്കോളട്ടാ. സൈനുബ്രോ നോക്കിക്കോളട്ടാ. വിദ്യക്കുട്ടിയേ ഇപ്പൊ അവള് മെസ്സേജ് ഇട്ടാ. എന്തോ അല്ലെങ്കിൽ കേസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവള് ഇടും. എന്നോട് മെസ്സേജ് ഇട്ടില്ലെങ്കിൽ അവൾക്ക് എന്നോട് ഇഷ്ടമില്ല. സൈനുബ്രോടെ പോലെ തന്നെ. അന്ന് ആ പേരിന്റെ കാര്യം തന്നെ അവൾ പെട്ടിരിക്കുകയായിരുന്നു ശരിക്കും. സത്യമായിട്ടും അവള് ആലോചിക്കണ്ടാവും, എന്റെ ശിവനേ എന്താടാ മരപ്പട്ടി. അങ്ങനെയൊക്കെ അങ്ങനെ കണ്ട കിറുവിനെ വീണ്ടും മരപ്പട്ടി എന്ന് വിളിച്ചു. മേളിൽ കയറിയില്ലേ പീക്കാച്ച് വിട്ട്. അവള് കൊറേ തവണയേ ജനലേ വലിഞ്ഞു കേറി. ജനലേ വലിഞ്ഞു കേറി വിട്ട് മരത്ത്. അത് പിന്നെ പോയി വലിഞ്ഞു കയറി താഴോട്ട് വീണ്. പുറകോട്ട് ബെഡേലാ വീണത്. എന്നാലും തലയുടെ പുറകിലാ ഇടിച്ചത്. അത് പറഞ്ഞിട്ട് കാര്യം ചേട്ടാ. നോക്കിക്കോളൂ, പിള്ളേരുടെ തലയാ. കരച്ചിലായിരുന്നു. കൃത്യം മറ്റേ ആളുകൾ കയറിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കാരണം ഞാൻ നോക്കിയില്ല. പക്ഷെ തരുന്നുണ്ട് കിറു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വിദ്യ എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. കിറു സൈനോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. വിദ്യ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. കിറു കണ്ട സൈനു ബ്രോ അവള് പേരിനെ വിളിച്ചു. കണ്ട ബ്രോനെ പേരിനെ ഇനി വിഷമാവണ്ടെന്ന് വെച്ചിട്ട് പേരിനെ വിളിച്ചതാ. കണ്ട ഞാൻ വിളിച്ചത് അവനെയാണ്. പിന്നെ എനിക്കറിയാതെ നീ കിറുവിനെ വിളിച്ചെന്നുള്ളത്. എന്ന് പറഞ്ഞിരിക്കുന്നത് കിറു. ഞാൻ ആ പടത്തിലത്തെ പാട്ട് ഇതാണ്. ഇപ്പോഴും ഓർമ്മ വന്ന്. ഈ പാട്ട് പഠിക്കണം. പൊന്നുണ്ണി ഞാൻ നിന്റെ നെഞ്ചോരം ചേരാൻ കൺമണി ഞാൻ അമ്പോ